ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4-ാം അധ്യായം 11ഉം 12ഉം തിരുലിഖിതങ്ങൾ. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ വചനങ്ങളുടെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരനുഭവം ശ്രദ്ധിച്ച് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് അനിത എന്നാണ്. ഞാൻ നന്തൻകോട് എന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ 2 മക്കൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം നടത്തിയ സ്കാനിൽ ഒറ്റ കുട്ടി എന്നാണ് ആദ്യം അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ ദൈവമേ, ഒരു കുട്ടി, ഇപ്പോൾ 2 കുട്ടി. 2.5 മാസത്തിൽ നടത്തിയ സ്കാനിലാണ് 2 കുട്ടികളാണെന്ന് അറിഞ്ഞത്. പക്ഷേ സ്കാൻ റിപ്പോർട്ടിൽ പറഞ്ഞു വളരെ കോംപ്ലിക്കേഷനാണ്. കുഞ്ഞുങ്ങൾക്ക് വേർതിരിവില്ലാതെ ഒറ്റ പ്ലാസൻ്റയിൽ വരുന്ന കുട്ടിയാണ്. അതായത് ഒരു ഉടലും 2 തലയും അല്ലേ, അങ്ങനത്തെ സ്ഥിതിയായിരുന്നു എന്നാണ് ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്തപ്പോൾ കണ്ടത്. സയാമീസ അല്ലേ, കൺജോയിൻ്റ്. അത് മാസം കഴിയും തോറും ആ ഒരു സ്റ്റേജിലോട്ട് വന്ന് ചേരും. അത് 5-ാം മാസമൊക്കെ ആകുമ്പോൾ കുട്ടിക്കും എനിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തിട്ട് വരിക, ഇത് എന്ത് ചെയ്യണമെന്നുള്ളത്. അത് ഡോക്ടർമാരെ സംബന്ധിച്ച് അവർക്കൊരു അവ്യക്തതയുള്ളൊരു മേഖല. കാരണം ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ എന്ന സ്റ്റേജിലേക്ക് നീങ്ങുന്ന വിഷയമാണിത്. അവരുടെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് അവർ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. അത് കൃത്യമായിട്ട് അങ്ങനെയൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ ഈ ഒരു കണ്ടീഷനിലേക്ക് നീങ്ങുകയാണ്. ഒരു ഉടൽ 2 തല, അതാണ് ഇപ്പോൾ കാണുന്ന സ്റ്റേജ് എന്നെല്ലാം അവർ കണ്ട ആ ചെക്കപ്പ് നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട് അവർ കുടുംബത്തെ അറിയിച്ച്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? ഭയങ്കരമധികം മാനസികമായിട്ട് വിഷമമായിരുന്നു. 2 കുട്ടികളെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് തീരുമാനിച്ചു, എനിക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ കുഞ്ഞുങ്ങളായിട്ട് കിട്ടുവാണെങ്കിൽ അടുത്ത അനന്തപുരി കൺവെൻഷന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും എന്ന് പ്രാർത്ഥിച്ചു. ഇവർ കുടുംബത്തിൽ വന്നിട്ട് ഇവർ ഒരുമിച്ച് ചിന്തിച്ചു, ദൈവമേ, കുട്ടിയെ കൊല ചെയ്തിട്ടൊരു സന്തോഷം, എന്ത് ജീവിതം. അതുകൊണ്ട് അതിനേക്കാൾ ഭേദം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ആരോഗ്യമുള്ള കുട്ടി ദൈവത്തിന് തരാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നിട്ട് അവർ തീരുമാനമെടുത്ത് അനന്തപുരി കൺവെൻഷനിൽ, ഈ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി ഈ കുഞ്ഞുങ്ങളെ മാറ്റി തരണേന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന. അന്ന് തന്നെ എല്ലായിടത്തും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒത്തിരി പേരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചു. എന്നിട്ട് 2ാമതൊരു ഒപ്പീനിയൻ എടുക്കാനായിട്ട് വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ദൈവത്തിൽ വിശ്വസിക്കുക, വേറൊരു സ്ഥലത്ത് പോയി സ്കാൻ ചെയ്യുക. ആ ഡോക്ടർ വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു ഡോക്ടറാണ്, നിങ്ങൾ അവിടെ പോയി എന്തായാലും ഒന്ന് സ്കാൻ ചെയ്തിട്ട് വരിക. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം അവിടെ നടക്കുകയുണ്ടായി. തൊട്ട് തലേ ദിവസം സെപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞത് തൊട്ട് അടുത്ത ദിവസത്തെ സ്കാനിൽ തന്നെ 2 കുട്ടികൾക്കും പ്രത്യേകം സെപ്പറേഷനോടുകൂടി തന്നെയാണ് ഉണ്ടെന്നുള്ളത്. പിറ്റേ ദിവസം സെപ്പറേഷനായി. ഒരു ഹൃദയം 2 ഹൃദയമായി, ഒരു കുടൽ 2 കുടൽ, എല്ലാം സെപ്പറേറ്റ് ആയി മാറി. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം യേശുവിനെ, ഹല്ലേലൂയ പാടിടാം യേശുവിനെ. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ഒരു മണിക്കൂറിനെ
വളരെ വലിയ കൃപയുടെ മണിക്കൂറാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ നമ്മുടെ ഭവനങ്ങളിൽ, ഇതാ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങൾ അരികിൽ തന്നെ കർത്താവിൻ്റെ അത്ഭുതമായ സാന്നിധ്യമുണ്ട്. രോഗികൾ മനസ്സിലാക്കണം, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ അരികത്ത് എത്തിക്കഴിഞ്ഞു, എൻ്റെ കർത്താവ് ഇപ്പോൾ എന്നെ തൊടും. വിശ്വാസത്തോടെ ഹൃദയം തുറക്കുക മക്കളെ. കുട്ടികൾ വിചാരിക്കണം, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന, എൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള അവസ്ഥ മാറ്റുന്ന ഒരു കർത്താവ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. വിശ്വസിക്കണം. വെറുതെ ഒരു ചടങ്ങ് പോലെയല്ല, വെറുതെ ഒരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം പോലെയല്ല. ഇത് ജീവിക്കുന്ന ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കട്ടെ. ഹൃദയം അങ്ങോട്ട് തുറക്കുക. വിശ്വാസം ഉജ്ജ്വലിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം ഇപ്പോൾ ശ്രവിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് അറിയുന്നു. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് സ്വന്തമായിട്ടറിയുന്നു. 2 തിമോത്തി 2-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അവിടുന്ന് അറിയുന്നു. ഉറക്കെ പറയട്ടെ, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ കർത്താവിന് വേണ്ടി തീരുമാനമെടുത്തൊരു വ്യക്തിയാണോ? നീ കർത്താവായ യേശുവിനെ മാനിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണോ? നീ ദൈവവചനം കേട്ട് ഇനി എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വഴികളിലേക്ക് നീങ്ങണം, നിൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണോ? ഒരുപക്ഷെ ഇപ്പോൾ തിന്മയുണ്ടാകാം, ഒരുപക്ഷെ ഇപ്പോൾ മദ്യപാനം ഉണ്ടാകാം, ഒരുപക്ഷെ ഇപ്പോൾ ഒരു കണ്ണുനീരിലായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോൾ ദൈവത്തെ അറിയാത്തൊരു വ്യക്തി ആയിരിക്കാം. എങ്കിലും നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്കെൻ്റെ ഈ ജീവിതം ഒന്ന് മാറ്റണം, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരിയണം, എനിക്കൊന്ന് നന്നാകണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നിൻ്റെ ദൈവം നിൻ്റെ ഈ ഹൃദയത്തുടിപ്പ് അറിയുന്നുണ്ട്. നിന്റെ ദൈവം ഈ ഹൃദയത്തോട് പറയുന്ന നിന്നെ, നീ കസേരയിൽ, ഇന്ന വീട്ടിൽ, ഇന്ന മുറിയിൽ, ഇന്ന കസേരയിൽ എൻ്റെ മകൻ ഇരിക്കുന്നുണ്ട് എന്ന് കൃത്യമായി അറിയുകയും പറയുകയും ചെയ്യുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ 10-ാം അധ്യായം 1 മുതൽ ആ അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് മുഴുവനും ഒരു നല്ല കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. ആ കുടുംബത്തിൻ്റെ പേരാണ് കൊർണേലിയൂസിൻ്റെ ഭവനം. അവിടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവദൂതൻ അവരോട് സംസാരിച്ചു. എന്നിട്ട് ആ ദൈവദൂതൻ പറയുകയാണ്, നിങ്ങൾ കർത്താവിന് വളരെ വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇതാ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ച് അറിയിക്കാനും നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് തിരിയാനും വേണ്ടി ഒരു വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു.
നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അദ്ദേഹം എവിടെ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിലെ 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. അത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുവീൻ. അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി ദൈവം പത്രോസിനെ തെരഞ്ഞെടുത്തു. എന്താണ് അതിന് കാരണം? ഈ കൊർന്നേലിയൂസിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, ഈ കൊർന്നേലിയൂസിൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന, ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ കാണുകയാണ്. ഈ കൊർന്നേലിയൂസിൻ്റെ ഹൃദയത്തിൻ്റെ വ്യഗ്രത ദൈവം കാണുകയാണ്. രക്ഷ പ്രാപിക്കണം, ദൈവത്തിലേക്ക് തിരിയണം, മരണത്തിന് ശേഷം ദൈവത്തിന് കൂടെ ആയിരിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ സന്നിധി, ഈ കൊർന്നേലിയൂസിനെ കൃത്യമായി അറിയുന്ന ദൈവം ഈ കൊർന്നേലിയൂസിന് വേണ്ടി ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ വ്യക്തി എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇതാ കൊർന്നേലിയൂസിന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ യോപ്പായിലേക്ക് ആളയക്കുക, അവിടെ ശിമയോൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ദാസനുണ്ട്. പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ്, എവിടെയാണ് ഈ ശിമയോൻ താമസിക്കുന്നത്? അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽ പണിക്കാരൻ ശിമയോൻ്റെ വീട്ടിലുണ്ട്. അവൻ യോപ്പായിലെ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽ പണിക്കാരനായ ശിമയോൻ്റെ വീട്ടിൽ ഉണ്ട്. നീ അവിടെ ചെല്ലുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഈ കൊർന്നേലിയൂസിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഒരാളെ ദൈവം നിശ്ചയിച്ചു. എന്നിട്ട് ആ കാര്യത്തിന് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കുക. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിട്ട് വേദന സഹിക്കുന്നവരെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിയുന്ന ദൈവം ഇതൊക്കെ നടപ്പാക്കാൻ പറ്റിയ, നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള, രക്ഷയിലേക്ക് നയിക്കാൻ കഴിവുള്ള, വിശുദ്ധിയിലേക്ക് നയിക്കാൻ കഴിവുള്ള വലിയ വലിയ സാഹചര്യങ്ങൾ ഒരുക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റും. ഇന്ന് നീ വിശുദ്ധിയോട് ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. ഇന്ന് നീ മദ്യപാനം മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. ഇന്ന് നീ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. ഇന്ന് നീ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് ദൈവത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, നന്നാകാൻ ആഗ്രഹിക്കുന്നു, സാധിക്കുന്നില്ല. വിഷമിക്കേണ്ട മക്കളെ, നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ വെമ്പൽ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി ആളെ നിശ്ചയിക്കും. നമ്മളെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ദൂതന്മാരെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, ദൈവം ഓൾറെഡി രക്ഷ കൊടുത്തൊരു ദൈവ പൈതലാണ് പത്രോസ് ലീഹ. ഈ പത്രോസ് ലീഹ എങ്ങോട്ട് നടക്കുന്നു, എവിടെ പോകുന്നു, എവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 6-ാം വാക്യം. അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽ പണിക്കാരൻ ശിമയോന്റെ വീട്ടിലുണ്ട്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ മറ്റൊരു രംഗം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാം അധ്യായത്തിൽ 10ഉം 11ഉം തിരുലിഖിതങ്ങൾ. അവിടെ ദൈവം സാവൂളിനെ ദൈവത്തിൻ്റെ സ്വന്തമായി തെരഞ്ഞെടുത്തു. സാവൂൾ ഇപ്പോൾ പ്രാർത്ഥനയിലാണ്. അവൻ ദൈവത്തോട് നിരന്തരം മുട്ടിപ്പായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. 3 ദിവസമായി അവൻ ഉപവാസത്തിലും ജാഗരണത്തിലും പ്രാർത്ഥനയിലുമാണ്. യേശുവിനെയും ദൈവത്തെയും വിളിച്ച് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇടം വല്ലം പോകുന്നില്ല, അവൻ കൂട്ടുകെട്ടില്ല, അവൻ ഫോൺ വിളിക്കുന്നില്ല, അവൻ ഇടപെടുന്നില്ല, അവൻ കോണ്ടാക്റ്റുകളെല്ലാം മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ വിളിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഇതാ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവം ഇറങ്ങി വന്നു. അതാണ് 9-ാം അധ്യായം 10ഉം 11ഉം തിരുലിഖിതങ്ങൾ. അതിൽ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അനനിയാസ് എന്ന് പേരായ ഒരു ശിഷ്യൻ ഡമാസ്കസിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു, അനനിയാസ്. അവൻ വിളി കേട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പേര് കർത്താവ് വിളിക്കുകയാണ്, അനനിയാസ്, അനനിയാസ്. ഓരോ പൈതലിന്റെ പേരും അവൻ്റെ രൂപവും അവൻ്റെ നടപ്പും അവൻ്റെ ഇരിപ്പും അവൻ്റെ ഓരോ ചലനങ്ങളും നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മയിലുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ കൺമുമ്പിലുണ്ട്. എൻ്റെ പേര് ഇപ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഓർമ്മയിലുണ്ട്. അവൻ എൻ്റെ പേര് വിളിക്കും. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തമായിട്ടുള്ള ഓരോരുത്തരും അറിയണം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളും നിങ്ങൾ നടക്കുന്ന ഇടങ്ങളും നിങ്ങളുടെ പേരും നിങ്ങളുടെ രൂപവും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വെമ്പലുകളും ഇതോരോന്നും നമ്മുടെ കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വന്ന് വിളിച്ചു, അനനിയാസ്. ഉടനെ അനനിയാസ് വിളി കേട്ടു, കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന
തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യം പറയാണ്, നീ എഴുന്നേറ്റ് ചെന്ന് ഋജുവിധി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. നോക്കുക, ആ സാവൂള് ഏത് പട്ടണത്തിൽ ജനിച്ചു എന്ന ആ പട്ടണത്തിന്റെ പേരുകൂടെ കൂട്ടി പറയുക. അപ്പൻ്റെ അമ്മയുടെ പേര് മാത്രം, പട്ടണത്തിന്റെ പേരും കൂടെ ചേർത്ത് നമ്മുടെ കാര്യങ്ങൾ പറയുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഋജുവീഥി എന്ന തെരുവിൽ യൂദാസിന്റെ വീട്ടിൽ താർസോസുകാരൻ സാവൂളിനെ അന്വേഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ഡീറ്റെയിൽ എല്ലാ കാര്യവും അറിഞ്ഞും കണ്ടിരിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ മുമ്പിലാണ്. കർത്താവിന് സ്വന്തമായിട്ടുള്ള ഓരോരുത്തരും ഇരിക്കുന്നതും നടക്കുന്നതും, അവർ ജോലി ചെയ്യുന്നതും, അവർ കാപ്പി വെക്കുന്നതും, അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നതും, അവർ ഭക്ഷണം കഴിക്കുന്നതും, അവർ തമ്മിൽ ചെയ്യുന്ന സകല വ്യാപാരങ്ങളും കർത്താവിന് മുമ്പിലുണ്ട്. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ ഇതാ കർത്താവ് അറിയുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ കർത്താവിന് സാന്നിധ്യമുണ്ട്. മക്കളെ, നിങ്ങളെ കർത്താവ് ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ മനോഭാവങ്ങൾ, നിങ്ങളുടെ മനസ്സിന്റെ മനോഗതങ്ങൾ ഇതോരോന്നും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 18-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ പൗലോസ് അക്വിലായുടെയും പ്രിസ്കില്ലായുടെയും വീട്ടിലെത്തി. ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. 18-ാം അധ്യായത്തിലെ 1-ാമത്തെ തിരുലിഖിതം. ഇതിനുശേഷം പൗലോസ് ആഥൻസ് വിട്ട് കൊറിന്തോസിലെത്തി. അവൻ പോന്തസുകാരനായ അക്വില എന്ന യഹൂദനെ കണ്ടുമുട്ടി. അവൻ തൻ്റെ ഭാര്യയായ പ്രിസ്കില്ലായോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കെ പറയാ ഹല്ലേലൂയ. അങ്ങനെ കൊറിന്തോസിൽ അക്വില പ്രിസ്കില്ല ദമ്പതികളുടെ ആ കുടുംബത്തിൽ ഇതാ പൗലോസ് താമസിച്ച്. കാരണം അക്വില പ്രിസ്കില്ലമാർ കൂടാരപ്പണിക്കാരായിരുന്നു, പൗലോസും കൂടാരപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ട് ഒരേ തൊഴിൽ ചെയ്യുന്നവരായതുകൊണ്ട് അവർ ഒരുമിച്ച് താമസിച്ചു. എന്നിട്ട് ആ പട്ടണത്തിൽ പൗലോസ് ശ്ലീഹ എന്നും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തു രക്ഷയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും എല്ലാം പൗലോസ് ശ്ലീഹ ആ പട്ടണത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ആ പട്ടണവാസികൾ പൗലോസിനെ തിരസ്കരിച്ചു, അവനെ എതിർത്തു, അവനെ ദുഷിച്ചു, അവനെതിരെ ഒരുപാട് ദൂഷണങ്ങൾ പറഞ്ഞു പരത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് 18-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതത്തിൽ നാം വായിക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കീറിക്കൊടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ. ഞാൻ നിരപരാധനാണ്. ഇനി ഞാൻ വിജാതിയുടെ അടുക്കലേക്ക് പോകുന്നു. അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തീസിയോസ് യുസ്തോസ് എന്നൊരുവൻ്റെ വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദേശത്തെ സുവിശേഷ വേലയിൽ കഠിനമായ വേദന, മനപ്രയാസം, തിരസ്കരണത്തിൻ്റെ അനുഭവം, കൂടെ ആരുമില്ല, പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ആരും. ഈ പൗലോസിനെ കുറിച്ച് ഒരുപാട് കുറ്റം പറയുക. ഇന്ന് മാത്രമല്ല, അന്നും ഈ ഒരു രീതി ഉണ്ടായിരുന്നു. ഇതൊരു പൈശാചിക പീഡയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദാസൻ ആത്മാർത്ഥമായി യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു, യേശുവിനെ സാക്ഷിച്ചു, യേശുവിനെ ഘോഷിച്ചു, യേശുവിന് വേണ്ടി നടന്നു, യേശുവിന് വേണ്ടി ജാഗരിച്ചു, യേശുവിന് വേണ്ടി ജീവിച്ചു. പക്ഷേ ഇടം വലം തിരിയുമ്പോൾ പൗലോസിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ദൂഷണങ്ങൾ പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പൗലോസ് അവിടെ വിട്ടുപോയി, വേറൊരു വീട്ടിൽ പോയി താമസിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ രാത്രി കർത്താവ് ഇറങ്ങി വന്നു. നോക്കുക, പൗലോസിൻ്റെ വേദന അറിയുന്ന കർത്താവ്, പൗലോസിൻ്റെ ഹൃദയത്തെ അറിയുന്ന, പൗലോസിൻ്റെ ഓരോ സെക്കൻഡുകളെ അറിയുന്ന കർത്താവ്. ആ രാത്രി കർത്താവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. 18-ാം അധ്യായത്തിലെ 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഓ, പൗലോസിൻ്റെ സ്ഥിതി ഇപ്പോൾ ചിന്തിച്ച് നോക്കണം സഹോദരങ്ങളെ. പൗലോസ് ഇനി ഒരുപക്ഷെ പ്രസംഗിക്കേണ്ട, ഇനി ശുശ്രൂഷ നിർത്തിയാക്കാം, ഇനി വേറെ വല്ല വഴിക്കും തിരിഞ്ഞേക്കാം. അദ്ദേഹം നിശബ്ദനാകാനും അങ്ങനെ അദ്ദേഹം മനസ്സ് മടുത്തിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ മനസ്സിൻ്റെ വേദന അറിയുന്ന കർത്താവ്, ആ കണ്ണിൻ്റെ കണ്ണുനീര് അറിയുന്ന കർത്താവ്, ആ ഹൃദയത്തിന് നൊമ്പരം അറിയുന്ന കർത്താവ്. ആ കർത്താവ് പറയാണ്, പൗലോസേ, നീ മിണ്ടാതിരിക്കരുത്, നീ നിശബ്ദനായിരിക്കാതെ നീ പ്രസംഗിക്കുക.
ഈ പട്ടണത്തിൽ നിന്നെ ആരും ഉപദ്രവിക്കില്ല, നീ പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് കർത്താവ് വന്ന് പൗലോസിനോട് ശക്തിപ്പെടുത്തി പൗലോസിനെ ജീവൻ വെപ്പിക്കുകയാണ്. പൗലോസിൻ്റെ പേഴ്സണൽ സിറ്റുവേഷൻ, ഹൃദയത്തിൻ്റെ സ്വന്തം വേദനകളെ, വേറെ ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത സ്വകാര്യ വേദനകളെ അറിയുന്ന ദൈവമാണ് ആ രാത്രി പൗലോസിന് പ്രത്യക്ഷപ്പെട്ടത്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് മക്കളെ. ഞാൻ നിങ്ങൾ ഓരോ രാജ്യങ്ങളിൽ, ഓരോ ദേശങ്ങളിൽ, ഓരോ ശുശ്രൂഷകളിൽ വേദനിക്കുമ്പോൾ, ഓരോ കുടുംബത്തിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ, ഓരോ സ്ഥലത്തിരുന്ന് അനാഥത്വവും ഏകാന്തതയും അനുഭവിക്കുമ്പോൾ, ഈ ഏകാന്തതയും ഈ അനാഥത്വവും ഈ ദുഃഖവും ഈ നെടുവീർപ്പും ഈ പ്രലാപവും ഈ അവസ്ഥയും അറിയുന്ന കർത്താവ് എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങളുടെ അരികത്തുണ്ടവൻ, അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇടപെടുക തന്നെ ചെയ്യും. അതാ പൗലോസിന്റെ അടുത്ത് വന്നു പറയാണ്, പൗലോസ് നീ നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. എന്തെന്നാൽ ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട്. പൗലോസിനോട് കർത്താവ്, ഞാൻ നിന്റെ കൂടെയുണ്ട് മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എന്തിനു ഭയപ്പെടണം? കർത്താവ് അത് അഷുറൻസ് കൊടുക്കുകയാണ്. കർത്താവ് അത് ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ തളരരുത്, നീ വിഷമിക്കരുത്, നീ ഒറ്റപ്പെടരുത്, നീ ദുഃഖിച്ചിരിക്കരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് ബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വചനം എന്നെ അതിനേക്കാളും സ്പർശിച്ചു. അതാണ് 10-ാമത്തെ തിരുലിഖിതം. കർത്താവ് പറയാണ്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് രാത്രിയിൽ പൗലോസ് ശ്ലീഹായിക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, പൗലോസേ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പ്രസംഗം നിർത്തരുത്, നീ ശുശ്രൂഷ നിർത്തരുത്, നീ മടുത്തിരിക്കരുത്, ആരും നിന്നെ ഉപദ്രവിക്കില്ല. അങ്ങനെ പൗലോസിനെ അറിയുന്ന കർത്താവ് പൗലോസിനെ ആശ്വസിപ്പിച്ചതിന് ശേഷം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ്. പൗലോസേ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. കൊറിന്തോസ് പട്ടണത്തിൽ നിന്ന് കർത്താവിലേക്ക് തിരിയാനിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ, ഒരുപാട് ആത്മാക്കളുടെ ആ തുടിപ്പ് അറിയുന്ന കർത്താവാണ് പൗലോസ് ശ്ലീഹായ്ക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയ ദൈവവൈതലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഒരുപക്ഷെ ഇന്ന് വരെ കർത്താവായ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത, മാമോദിസ മുങ്ങിയിട്ടില്ലാത്ത ഒരു ദൈവവൈതലായിരിക്കാം. എന്നാൽ നിന്റെ ഹൃദയം കൊണ്ട് നീ ആഗ്രഹിക്കുന്നുണ്ട്, നിന്റെ കർത്താവായ യേശുവിനെ സ്വീകരിക്കണം, യേശുവിലേക്ക് തിരിയണം, യേശുവിനെ ആരാധിക്കണം, യേശുവിനെ സ്വന്തമാകണം, അങ്ങനെ ദൈവ വഴി നടക്കണം, വിശുദ്ധി വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം അറിയുന്നൊരു കർത്താവാണ് ഈ ഒരു വചനം നമുക്കായി നൽകിയിട്ടുള്ളത്. അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു മാമോദിസം മുങ്ങിയിട്ടില്ലെങ്കിലും, ഇപ്പോൾ ഒരുപക്ഷെ അവർ ദേവാലയത്തിലേക്ക് പോകുന്നില്ലെങ്കിലും, ഇപ്പോൾ ഒരുപക്ഷെ ഒരു കൂട്ടായ്മയിലേക്ക് വന്നിട്ടില്ലെങ്കിലും, ആ ആളുകളെ അറിയുന്ന കർത്താവാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഈ പട്ടണത്തിൽ എനിക്ക് ഒരുപാട് ആളുകളുണ്ട്. Praise the Lord. 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 Hallelujah. 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 2 തിമോത്തി 2-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ കർത്താവ് അറിയുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് ചാടി എഴുന്നേൽക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൽ 4-5 തിരുലിഖിതങ്ങൾ. അവിടെ ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ഏലിയായുടെ ഒരു വാദഗതിക്ക് മറുപടി കൊടുക്കുന്ന ദൈവത്തെയാണ് കാണിക്കുന്നത്. കർത്താവേ, ആരാ ഉള്ളത്? എല്ലാവരും അവിടുന്ന് കൊന്നു കളഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്നെ കൊല്ലാൻ നോക്കുകയാണ്, ആരുമില്ല, ആരും അങ്ങയുടെ പക്കലില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ് റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങൾ. ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാതിരുന്ന ആ 7000 പേരെ അറിയുന്ന കർത്താവ്, കൃപയാൽ രക്ഷിക്കപ്പെട്ട് പാപത്തിന്റെ മാലിന്യമേശ ജീവിക്കുന്ന ആ തെരഞ്ഞെടുക്കപ്പെട്ട ആ ചെറിയ അവശിഷ്ട ഭാഗത്തെ അറിയുന്ന കർത്താവ്, ആ കർത്താവാണ് റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 4-5 തിരുലിഖിതങ്ങളിലൂടെ സംസാരിക്കുന്നത്. ലോത്തിന്റെ കാലത്ത് ദൈവഭക്തി നഷ്ടപ്പെട്ട നാളുകൾ, അന്ന് ലോത്തിനെയും മക്കളെ അറിഞ്ഞ കർത്താവ്
ആ ദുർവൃത്തരായ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ ലോത്തിനെയും മക്കളെയും വിശുദ്ധി സംരക്ഷിച്ച കർത്താവ്, ആ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ അറിയുന്നുണ്ട്. മക്കളെ, രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഒരുപക്ഷെ നിന്റെ ചുറ്റിലും എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ചവരായിരിക്കാം. ഒരുപക്ഷെ നിന്റെ ഓഫീസിൽ പലരും ദൈവത്തെ അറിയാത്ത പോലെ ജീവിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ പലരും ദൈവത്തിൻ്റെ മാർഗം വിട്ടു നടക്കുന്നവരായിരിക്കാം. മകനെ, മകളെ, നീ ദുർബലനാകരുത്. നിന്റെ കർത്താവ് നിന്നെ അറിയുന്നുണ്ട്. നിന്റെ കർത്താവ് പൗലോസ് ലീഗായിടുന്നത് പോലെ നിന്റെയും കൂടെയുണ്ടല്ലോ. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. മന്നിച്ച ആത്മാക്കളെ ഉണർത്തണമേ. സ്പർശിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Come, Lord Jesus. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയവ്യഥകളെല്ലാം നമുക്ക് വെളിപ്പെടുത്താം. എന്താണോ മനസ്സിലുള്ളതും കുടുംബത്തിലുള്ളതുമായ വേദനകൾ, അതെല്ലാം നമുക്ക് പറയാനുള്ള സ്ഥലമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധി. എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവേ യേശുവേ എന്നെല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ 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 യേശുവേ. അതിരം തുറന്നു, ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു. യേശുവേ 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 യേശുവേ. അനേക കുടുംബങ്ങളും തിന്മകളും അന്ധകാരങ്ങളും തകരുന്നു. രോഗങ്ങളും ആധിപത്യങ്ങളും തകരുന്നു. കുട്ടികളുടെ പഠന മേഖല തടസ്സങ്ങൾ മാറുന്നു. യേശു നാമം ഉറക്കെ വിളിക്കുന്നു.